Hello friends, welcome to Chem. So we were discussing about the solid states. Now first lecture we discussed the crystalline and amorphous solids, different types of crystalline solids, that is molecular, ionic, covalent and metallic. Now second lecture we went through the unit cell, different types of unit cells, primitive, edge-centered, body-centered and face-centered unit cells. In last class, we just seen the different types of packing, that is one-dimensional packing, two-dimensional packing, three-dimensional packing. And today we will be discussing about the imperfections in solid. It's a very simple topic, imperfections in solids. Solids ഉണ്ടാകുന്ന defects എന്തൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. Now, ഏതൊരു ക്രിസ്റ്റൽ സിസ്റ്റം എടുത്താലും അവിടെ ഡിഫെക്ട്സ് ഉണ്ടായിരിക്കും. സോളിഡ്സ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് ക്രിസ്റ്റൽ സിസ്റ്റം ചേർന്നുകൊണ്ടാണ്. ആൻഡ് ദർ പോസസ് എ ഡിഫെക്റ്റ് അല്ലെങ്കിൽ ഡിസോർഡർനെസ്. എന്താണ് ഒരു ഡിസോർഡർനെസ് അല്ലെങ്കിൽ ഡിഫെക്റ്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത്? ഇറ്റ്സ് എ ഡീവിയേഷൻ ഫ്രം കംപ്ലീറ്റ്ലി ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഓഫ് ദി പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്ഡ് ഓർഡറിൽ നിന്ന് വരുന്ന വ്യത്യാസം, അതിനെയാണ് ഡീവിയേഷൻ എന്നല്ലെങ്കിൽ ഡിസോർഡർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും ക്രിസ്റ്റലിൽ രണ്ട് രീതിയിലുള്ള ഡിഫെക്ട്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഫസ്റ്റ് വൺ ഈസ് പോയിന്റ് ഡിഫെക്റ്റ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ലൈൻ ഡിഫെക്ട്സ്. ഫോർ എൻ എക്സാമ്പിൾ, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പെൻ നോക്കിയാൽ ഈ പെന്നിൻ്റെ ഈ ഒരു പോയിന്റ്, അതായത് ഈ ഒരു ക്യാപ്പിൻ്റെ ഞാൻ എൻ്റെ ഫിംഗർ ടച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു പോയിന്റിലുള്ള ഒരു ആറ്റം, ആ ആറ്റവും അതിനോട് ചേർന്ന് വരുന്ന അല്ലെങ്കിൽ ആ ഒരു പോയിന്റ്, അതിന് മാത്രം എന്തെങ്കിലും ഡിഫെക്ട്സ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ പോയിന്റ് ഡിഫെക്റ്റ് എന്ന് പറയും. ഇനി ഈ ഒരു ലൈനിൽ അല്ലെങ്കിൽ ഈ പെൻ ഹോളായിട്ട് ഒരു പെർട്ടിക്കുലർ ലൈൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലാറ്റീസ് എഡ്ജിൽ മൊത്തത്തിൽ എന്തെങ്കിലും ഡിഫെക്ട്സ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ലൈൻ ഡിഫെക്റ്റ് എന്ന് പറയാം. സോ ലെറ്റ് us see the definition of point defect and the line defect. Irregularities or deviation from ideal arrangement found around a point or atom in a crystal. ഒരു ക്രിസ്റ്റലിലുള്ള ഏതെങ്കിലും പെർട്ടിക്കുലർ പോയിന്റിലോ ഒരു ആറ്റം അവിടെ ഉണ്ടാകുന്ന ഇറഗുലാരിറ്റീസ് അല്ലെങ്കിൽ ഐഡിയൽ അറേഞ്ച്മെന്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അതിനാണ് പോയിന്റ് ഡിഫെക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ലൈൻ ഡിഫെക്റ്റ്. ലൈൻ ഡിഫെക്റ്റും സെയിം തന്നെയാണ്, ഡ്യൂ ടു ദി ഇറഗുലാരിറ്റീസ് ഫ്രം ഐഡിയൽ അറേഞ്ച്മെന്റ്. ഐഡിയൽ അറേഞ്ച്മെന്റിനുള്ള വ്യത്യാസം തന്നെയാണ്, ബട്ട് ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദി എൻറ്റയർ ലാറ്റീസ് പോയിന്റ്. ഒരു പോയിന്റിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ആറ്റത്തിൽ മാത്രമല്ല, ആ ഒരു ലാറ്റീസ് പോയിന്റ്, എൻറ്റയർ ലാറ്റീസ് പോയിന്റിൽ ഈ ഒരു ഡിഫെക്റ്റ് കാണാനായിട്ട് പറ്റും. നമ്മുടെ സ്ക്രൂ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. സ്ക്രൂ ഒക്കെ ശരിക്കും പറഞ്ഞാൽ ലൈൻ ഡിഫെക്റ്റിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മൾ മെയിൻലി ഈ ചാപ്റ്റർ നോക്കുന്നത് പോയിന്റ് ഡിഫെക്ട്സിനെ കുറിച്ചാണ്. പോയിന്റ് ഡിഫെക്ട്സിൽ പ്രധാനമായിട്ടും 3 രീതിയിലുള്ള പോയിന്റ് ഡിഫെക്ട്സ് ആയിരിക്കും നമ്മൾ നോക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് സ്റ്റോഷിയോമെട്രിക് പോയിന്റ് ഡിഫെക്ട്, the second is impurity point defect, and the third one is non-stoichiometric point defect. Stoichiometric point defect ne വീണ്ടും നമുക്ക് രണ്ട് രീതിയിൽ കാണാം. ഒന്ന് നോൺ അയണിക്, the second one is ionic. നോൺ അയണിക് എന്നുള്ള ക്ലാസിഫിക്കേഷൻ ആണ് വാക്കൻസി ഡിഫെക്റ്റ്, അതുപോലെ തന്നെ ഇന്റർസ്റ്റീഷ്യൽ ഡിഫെക്റ്റ്. ഈ ഓരോ ഡിഫെക്റ്റിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡ്സ് നമുക്ക് നോക്കാവുന്നതാണ്. the second one is അയണിക് സോളിഡ്സിൽ അല്ലെങ്കിൽ അയണിക് ക്രിസ്റ്റൽസിൽ കാണപ്പെടുന്ന സ്റ്റോഷിയോമെട്രിക് പോയിന്റ് ഡിഫെക്റ്റ്. they are Frenkel as well as ഷോർട്ട്കി ഡിഫെക്റ്റ്. ഈ അയണിക് സ്റ്റോഷിയോമെട്രിക് പോയിന്റ് ഡിഫെക്റ്റില് ഫ്രെങ്കൽ ഷോർട്ട്കി ഡിഫെക്ട്സില് വാക്കൻസി ഡിഫെക്റ്റ് ആൻഡ് ഇന്റർസ്റ്റീഷ്യൽ ഡിഫെക്റ്റ്, ഇത് രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ദ സെക്കൻഡ് വൺ ഈസ് ഇംപ്യൂരിറ്റി, ദ തേർഡ് വൺ ഈസ് നോൺ സ്റ്റോഷിയോമെട്രിക് പോയിന്റ് ഡിഫെക്റ്റ്. നോൺ സ്റ്റോഷിയോമെട്രിക് പോയിന്റ് ഡിഫെക്റ്റ് ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻടു ടു ടൈപ്സ്. ദേ ആർ മെറ്റൽ എക്സസ് ഡിഫെക്റ്റ് ആൻഡ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫെക്റ്റ്. Metal excess defect is classified into two types, that is due to anionic vacancy. The second one is due to the presence of extra cation. Metal deficiency defect in നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഡ്യൂ ടു കാറ്റയോണിക് വാക്കൻസി, ഡ്യൂ ടു ദി എക്സ്ട്രാ ആനിയോൺ. അത് ഞാൻ ഇവിടെ തന്നിട്ടില്ല, ബട്ട് ഇൻ സ്ലൈഡ്സ് നമുക്കത് കാണാവുന്നതാണ്. സോ നമുക്ക് ഓരോ ഡിഫെക്ട്സിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. The first one is stoichiometric defect. What do you mean by stoichiometric? Stoichiometric compounds, അതെന്താണ് നമുക്ക് നോക്കാം. Stoichiometric compounds are the compounds which contain the number of positive and negative ions in exactly same ratio, that is indicated by chemical formula. ഒരു
സെയിം റേഷ്യോയിലായിരിക്കും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് കാണാനായിട്ട് പറ്റുന്നത്. അതായത് അവരുടെ കെമിക്കൽ ഫോർമുലയിൽ, ഐഡിയൽ കെമിക്കൽ ഫോർമുലയിൽ they are represented in a exact stoichiometric way. There is no change in the stoichiometry of the compound. Stoichiometric defect നാത്ത് ഒരു രീതിയിലുള്ള സ്റ്റോഷിയോമെട്രിക് യാതൊരു ചേഞ്ചും അവിടെ സംഭവിക്കുന്നില്ല. There is no change in the stoichiometry. Next point. It is also known as intrinsic defect and thermodynamic defect. Stoichiometric defect in മറ്റ് രണ്ട് പേരുകളാണ് intrinsic defect എന്നും thermodynamic defect എന്നും. Now let us see vacancy defect. Stoichiometric defect ലെ first defect ആണ് vacancy defect, non-ionic classification. ഇവിടെ ഈ ഫിഗർ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ vacancy defect എന്ന്. ഓരോ പോയിന്റിൽ ആറ്റം മാറുമ്പോൾ അവിടെ എന്താണ് vacant space ഉണ്ടാകുന്നുണ്ട്. An empty space is created when an atom is removed from its lattice point. Such type of defect is known as vacancy defect. Let us see a three-dimensional image of vacancy defect. Here we are arranging atom in one dimension and we are arranging the second layer. Now we are going for the third layer. So in this third layer, your entire lattice system ഇപ്പോൾ എടുത്താൽ at this point there is an atom missing. This missing atom creates a empty space over there, അല്ലെങ്കിൽ ഒരു vacancy അവിടെ create ചെയ്യുന്നുണ്ട്, ഒരു empty space, and such kind of defect is known as vacancy defect. Lattice sites are vacant. ആ ഒരു പ്രത്യേകമായിട്ടുള്ള lattice point അല്ലെങ്കിൽ lattice site vacant ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ vacancy defect എന്ന് പറയുന്നത്. ഇനി ഒരു ബോക്സിനകത്ത് നമ്മൾ കുറേ ബോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു ബോക്സിന് ഒരു വെയിറ്റ് ഉണ്ടായിരിക്കും, അല്ലേ, അല്ലെങ്കിൽ ഒരു ഡെൻസിറ്റി ഉണ്ടായിരിക്കും. ഒരു ബോൾ എടുത്ത് മാറ്റിയാൽ അതിൻ്റെ വെയിറ്റ് കുറയും, അതേപോലെ തന്നെ ഡെൻസിറ്റിയും കുറയും. സെയിം ഇഫക്റ്റ് ആണ് ക്രിസ്റ്റൽ സോളിഡ്സ് നമുക്ക് കാണാൻ പറ്റുന്നത്. When we remove an atom from its lattice point, the density of the substance get reduced. And it can be ഈ vacancy defect നമുക്ക് ഒരു ക്രിസ്റ്റൽ സോളിഡിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ vacancy defect നമുക്ക് അതിൽ കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ്, interstitial defect. എന്താണ് interstitial defect എന്ന് നോക്കാം. Constant particles occupy the interstitial position. രണ്ട് ലാറ്റിസിന്റെ പോയിന്റ്സിന്റെ ഇടയിൽ, അല്ലെങ്കിൽ രണ്ട് ആറ്റത്തിന്റെ ഇടയിൽ വരുന്ന interstitial ഗ്യാപ്പിൽ ആറ്റം വന്ന് ഇരിക്കുന്നു, പാർട്ടിക്കിൾസ് വന്ന് ഇരിക്കുന്നു. അതാണ് interstitial defect എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നമുക്കൊരു ഫിഗർ നോക്കാം. ഈ ഫിഗർ നമ്മളിപ്പം ഈ സ്മോൾ ആറ്റംസ്, സ്മോൾ ബോൾസ് എന്ന് പറയുന്നത് കാറ്റോൺസും ലാർജർ ബോൾ എന്ന് പറയുന്നത് ആനിയോൺസും ആണ്. സ്മോൾ ബോൾസ് ആർ പോസിറ്റീവ് അയോൺസ് ആൻഡ് ലാർജർ ബോൾസ് ആർ നെഗറ്റീവ് അയോൺസ്. സോ നമ്മളിവിടെ ആറ്റത്തെ അറേഞ്ച് ചെയ്യുകയാണ് ഇൻ എ പെർഫെക്റ്റ്. ഇത് ഒരു എക്സാമ്പിൾ NaCl നമുക്ക് പറയാം. സോ ഹിയർ we have completed the crystal system. ഇനി എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഒരു ആറ്റം, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാറ്റോൺ മിസ്സായി അത് ഒരു ഇന്റർസ്റ്റീഷ്യൽ പൊസിഷനിൽ വന്നിരിക്കുന്നു. അതായത് രണ്ട് ആറ്റത്തിന്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പിൽ, ഇന്റർസ്റ്റീഷ്യൽ വേക്കന്റ് സ്പേസിൽ വന്ന് ഓക്യുപ്പൈ ചെയ്യുന്നു. സച്ച് ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് ഇസ് കോൾഡ് ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. ഇനി അടുത്തത് അയോണിക് ഡിഫക്റ്റിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് വൺ ഈസ് ഷോർട്ട്കി ഡിഫക്റ്റ്. Schottky defect means it's the equal number of cations and anions are missing from the crystal system. ഇതൊരു പെർഫെക്റ്റ് ക്രിസ്റ്റൽ സിസ്റ്റം ആണ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഉദാഹരണത്തിന് സോഡിയം ക്ലോറൈഡ്. ഇതൊരു സോഡിയം ക്ലോറൈഡ് ആണെന്ന് വെക്കാം. The blue balls represent the Na+ ion and the black ball represents the Cl- ion. അപ്പോൾ സോഡിയം ക്ലോറൈഡ് ആകുമ്പോൾ ഇതിൽ ഒരു Na+ഉം അതുപോലെ തന്നെ ഒരു Cl- പോകുന്നു. So there we can see a vacant space of a cation as well as an anion. രണ്ടും ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ആറ്റം അവിടുന്ന് മാറിപ്പോകുമ്പോൾ അവിടെ വാക്കന്റ് സ്പേസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ ഉണ്ടാകുന്ന ഡിഫക്റ്റിനെയാണ് നമ്മൾ ഷോർട്ട്കി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിൾ, ഒരു ബോക്സിനകത്ത് റെഡ് ബോളും ബ്ലൂ ബോൾസും ഉണ്ട്. ആ റെഡ് ബോളും ബ്ലൂ ബോൾസും ഈക്വൽ നമ്പറിലാണെന്ന് വിചാരിക്കാം. ഈക്വൽ നമ്പർ, രണ്ട് ബോൾ വീതം, രണ്ട് റെഡ് ബോളും രണ്ട് ബ്ലൂ ബോളും നമ്മൾ എടുത്തു മാറ്റുന്നു. സ്വാഭാവികമായിട്ടും ആ ബോക്സിനകത്തുള്ള ആ
ബോൾ എടുത്ത് മാറ്റുമ്പോൾ അവിടെ സ്പേസ് ഉണ്ടാകുന്നുണ്ട്, അതോടൊപ്പം തന്നെ വെയിറ്റ് കുറയുന്നു. വെയിറ്റ് കുറയുക എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. The density also get reduced. So basically it is a vacancy defect. Equal number of ions are missing from the lattice sides and it decreases the density of the substance. ഇനി ഷോർട്ട് കീ ഡിഫക്റ്റ് നടക്കണമെങ്കിൽ പ്രധാനമായിട്ടും രണ്ട് കണ്ടീഷൻസ് ഫോളോ ചെയ്തിരിക്കണം. The first one is higher coordination number ആയിരിക്കണം. They must possess high coordination number. And the second one is ions of almost similar size. ഈ ഡിഫക്റ്റ് നടക്കണമെങ്കിൽ അയോൺസ്, അതായത് പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും തമ്മിൽ ഓൾമോസ്റ്റ് സിമിലർ സൈസ് ആയിരിക്കണം. സോഡിയം ക്ലോറൈഡ് ഓൾമോസ്റ്റ് സിമിലർ സൈസ് ആയിരിക്കണം. എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സീഷ്യം ക്ലോറൈഡ്, AgBr. സോഡിയം ക്ലോറൈഡും പൊട്ടാസ്യം ക്ലോറൈഡും സീഷ്യം ക്ലോറൈഡൊക്കെ ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കും. AgBr ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കും. ഈ AgBr ഇറ്റ്സ് എ സ്പെഷ്യൽ കോമ്പൗണ്ട്. ഇത് ഷോർട്ട് കീ ഡിഫക്റ്റും കാണിക്കും, അതേപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകും ഫ്രെങ്കൽ ഡിഫക്റ്റും കാണിക്കും. രണ്ട് ഡിഫക്റ്റും കാണിക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് AgBr. നെക്സ്റ്റ് ലെറ്റ് us see Frenkel defect. Frenkel defect is also known as dislocation defect. നമുക്ക് വീണ്ടും ആ ക്രിസ്റ്റൽ സിസ്റ്റം കൺസിഡർ ചെയ്യാം. എന്താണ് ഫ്രെങ്കൽ സിസ്റ്റം നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ ഒരു പോസിറ്റീവ് അയോൺ, ഈ ഒരു കാണുന്ന റെഡ് ബോൾ, ഇതിൻ്റെ ലാറ്റിസ് പോയിന്റിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്ത് ഒരു ഇൻറ്റർസ്റ്റിഷ്യൽ പൊസിഷനിൽ വന്ന് ഓക്യുപ്പൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് ഫ്രെങ്കൽ ഡിഫക്റ്റ്. സി, ഇറ്റ് ഈസ് ഓക്യുപ്പൈഡ് ഓൺ ദ ഇൻറ്റർസ്റ്റിഷ്യൽ പൊസിഷൻ. ലാറ്റിസ് പോയിന്റിൽ നിന്നും അത് ഡിസ്പ്ലേസ് ചെയ്ത് ഇൻറ്റർസ്റ്റിഷ്യൽ പൊസിഷനിൽ വന്ന് ഓക്യുപ്പൈ ചെയ്യുന്നു. ഇനി ഇതിൽ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് നമുക്ക് നോക്കാം. അയോൺസ് ആർ മിസ്സിംഗ് ഫ്രം ദി നോർമൽ ലാറ്റിസ് സൈഡ് ആൻഡ് ഓക്യുപ്പൈസ് അറ്റ് ദി ഇൻറ്റർസ്റ്റിഷ്യൽ സൈഡ്. നോർമൽ ലാറ്റിസ് സൈഡിന് മിസ്സായിട്ട് അത് ഇൻറ്റർസ്റ്റിഷ്യൽ സൈഡിലായിരിക്കും കാണപ്പെടുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ നോൺ അയോണിക് ഡിഫക്ട്സ് എന്നകത്ത് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് വാക്കൻസി ഡിഫക്റ്റും ഒന്ന് ഇൻറ്റർസ്റ്റിഷ്യൽ ഡിഫക്റ്റ്. രണ്ട് ഡിഫക്റ്റ് നമുക്ക് ഫ്രെങ്കൽ ഡിഫക്റ്റിനകത്ത് കാണാനായിട്ട് പറ്റും. വാക്കൻസി ഡിഫക്റ്റ് ഈസ് സീൻ അറ്റ് ദി ഒറിജിനൽ സൈറ്റ്. ഇവിടെ നമുക്ക് ഈ ഒരു ഒറിജിനൽ സൈറ്റ് നമുക്ക് വാക്കൻസി ഡിഫക്റ്റും കാണാൻ സാധിച്ചു. ഇനി ഇവിടെ ഇൻറ്റർസ്റ്റിഷ്യൽ പൊസിഷനിൽ ഒരു ആറ്റം വരികയും ചെയ്തു. ദാറ്റ് മീൻസ് ഇൻറ്റർസ്റ്റിഷ്യൽ ഡിഫക്റ്റ് ഈസ് സീൻ ഇൻ എ ന്യൂ ലൊക്കേഷൻ. ഇനി ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ആറ്റം ആ ക്രിസ്റ്റൽ സിസ്റ്റത്തിന് പുറത്ത് പോയിട്ടില്ല, നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഇറ്റ് ഈസ് ഇൻസൈഡ് ദ ക്രിസ്റ്റൽ സിസ്റ്റം ഇറ്റ്സെൽഫ്. സോ ദിസ് ടൈപ്പ് ഓഫ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ ഡെൻസിറ്റിക്ക് യാതൊരു രീതിയിലുള്ള ചേഞ്ചും അവിടെ ഉണ്ടാകുന്നില്ല. Now, what are the conditions for a Frenkel defect? Conditions is coordination number should be low. Coordination number should be low. Anions should be larger than cations. Cations in the size nekaalum validayirikkanam anions in the size. Negative charge should be larger size. Example, zinc sulfide, AgBr, AgCl, AgI. സിൽവർ വെച്ചുള്ള എല്ലാം തന്നെ ഫ്രെങ്കൽ ഡിഫക്റ്റ് ആയിരിക്കും തരുന്നത്. ഓർത്തിരിക്കാൻ എളുപ്പമാണ്, സിൽവറിനെ ഓർത്താൽ മതി. സിൽവർ വെച്ചുള്ള ഏതൊരു കോമ്പൗണ്ടും, സിൽവർ ബ്രോമൈഡ്, സിൽവർ ക്ലോറൈഡ്, സിൽവർ അയഡൈഡ്, മൂന്നും ഫ്രെങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്നു. ഓക്കെ, നൗ ലെറ്റ് us see the next one, impurity defect. ഇത്രയും നമ്മൾ നോക്കിയത് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആണ് നമ്മൾ നോക്കിയത്. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിനകത്ത് വാക്കൻസി ഡിഫക്റ്റ്, ഇൻറ്റർസ്റ്റിഷ്യൽ ഡിഫക്റ്റ്, ഷോർട്ട് കീ ഡിഫക്റ്റ്, ഫ്രെങ്കൽ ഡിഫക്റ്റ്, 4 ഡിഫക്റ്റ് നമ്മൾ നോക്കി. നെക്സ്റ്റ് വി ഹാവ് മൂവിങ് ടു ദി impurity defect. Impurity defect ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് വൺ. ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരുന്നു. ആ ഗസ്റ്റ് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ കട്ടിൽ ഒരു 2 പേർക്ക് കിടക്കാൻ പറ്റുന്ന ഒരു കട്ടിലാണെന്ന് വിചാരിക്കുക. ആ കട്ടിലിൽ നിന്നും നിങ്ങളുടെ റൂം ഗസ്റ്റിന് കൊടുത്തതും അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടും നിങ്ങളുടെ റൂമിൽ നിന്ന് പുറത്തു പോകുന്നത് മാത്രമല്ല, ആ കട്ടിലിൽ എന്ന് പറയുമ്പോൾ 2 പേർക്ക് കിടക്കാൻ പറ്റുന്ന കട്ടിലാണ്. നിങ്ങളുടെ ഗസ്റ്റ് നിങ്ങളുടെ ബ്രദർ ആണെങ്കിൽ ബ്രദറിന്റെ കൂടെ അവിടെ നിങ്ങൾക്ക് കിടക്കാം, പക്ഷേ നിങ്ങൾ ഔട്ട് ആവുകയാണ്. സോ ദർ ഇസ് എ വാക്കന്റ് സ്പേസ് ഇൻ യുവർ ബെഡ് ആൻഡ് ന്യൂ പേഴ്സൺ കംസ് ഓൺ യുവർ ബെഡ്. സോ സച്ച് കൈൻഡ് ഓഫ് ഡിഫക്റ്റ്, അത് ശരിക്കും പറഞ്ഞാൽ ഹൗസിൽ ഒരു ഡിഫക്റ്റ് ആണെങ്കിൽ ക്രിസ്റ്റൽസിലും നമുക്ക് അങ്ങനെ ഒരു ഡിഫക്റ്റ് കാണാൻ പറ്റും. ദാറ്റ് ഈസ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽസിൽ നമ്മൾ സ്ട്രോൺഷ്യം ക്ലോറൈഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ
ഒരു പുതിയ SR2+ എന്ന് പറഞ്ഞൊരു പുതിയൊരു അയോൺ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് Na+ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് Na+നെ കളയുകയും ഒരു വാക്കന്റ് സൈറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെ ഉണ്ടാകുന്ന ഡിഫക്ട്സിനെയാണ് നമ്മൾ ഇംപ്യൂരിറ്റി ഡിഫക്ട്സ് എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. Let us see, NaCl മോൾട്ടൺ സ്റ്റേറ്റിലായിരിക്കും നമ്മൾ സ്ട്രോൺഷ്യം ക്ലോറൈഡ് ആഡ് ചെയ്യുന്നു. അത് ആഡ് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ SR2+ occupies the Na+ ion site, and each SR2+ ion replaces 2 sodium plus ions. Each SR2+ ion replaces 2 sodium ions, and one site is occupied by the Sr molecule and Sr ion, SR2+ ion, and the other site is vacant. Such defect is called impurity defect. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്, എത്ര വാക്കന്റ് സൈറ്റ് ഉണ്ടാകുന്നോ അത്രയും തന്നെ SR2+ അയോൺസ് ആ ക്രിസ്റ്റലിൽ ഉണ്ടായിരിക്കും. ഇതാണ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അടുത്തത് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ദേ ഡു നോട്ട് ഡിസ്റ്റർബ് ദി സ്റ്റോഷിയോമെട്രി ഓഫ് ദി സോളിഡ് സ്റ്റേറ്റ്. നമ്പർ ഓഫ് അയോൺസിന്റെ റേഷ്യോ അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസിന്റെ റേഷ്യോയെ അഫക്റ്റ് ചെയ്യാത്തതാണ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു. എന്നാൽ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് നോക്കാം. Ratio of positive and negative ions in the compound differs from required ideal chemical formula. നമുക്ക് വേണ്ടുന്ന കെമിക്കൽ ഫോർമുലയിൽ നിന്നും ആ ഒരു റേഷ്യോ, പോസിറ്റീവും നെഗറ്റീവും അയോൺസ് തമ്മിലുള്ള റേഷ്യോയിൽ തന്നെ മാറ്റം വരുന്നു. ഫോർ എൻ എക്സാമ്പിൾ 5 സോഡിയം പ്ലസ് 5 ക്ലോറൈഡ് നമുക്ക് വേണമെങ്കിൽ ആ റേഷ്യോയ്ക്കകത്ത് തന്നെ ചേഞ്ച് വന്നിട്ട് 5 പകരം 4.8 സോഡിയം 5 ക്ലോറിൻ വരുന്നു. അപ്പോൾ ആ ഒരു റേഷ്യോയ്ക്ക് തന്നെ പോസിറ്റീവ് നെഗറ്റീവ് അയോൺസ് തമ്മിലുള്ള റേഷ്യോ തന്നെ ചേഞ്ച് ചെയ്യുന്നു. സച്ച് കൈൻഡ് ഓഫ് ഡിഫക്ട്സ് ആർ കോൾഡ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ്. നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് പ്രധാനമായിട്ടും 2 രീതിയിലുണ്ട്. ഒന്ന് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്, 2 മെറ്റൽ ഡെഫിഷ്യൻറ്റ് ഡിഫക്റ്റ്. ഈ ഡിഫക്റ്റിനെ കുറിച്ചായിരിക്കും അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ലെറ്റ് us see മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. മെറ്റൽ എക്സസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് അയോൺസ് ആർ ഇൻ എക്സസ്. നമുക്കറിയാം പീരിയോഡിക് ടേബിളിനകത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന പോസിറ്റീവ് അയോൺസ് വരുന്നതാണ് മെറ്റൽ എന്ന് പറയുന്നത്. ടുവേർഡ്സ് റൈറ്റ് the metallic character decreases and non-metallic character increases. So on the left side we can see metallic character അല്ലെങ്കിൽ metals. S block നമുക്ക് മെറ്റൽസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ, S ബ്ലോക്കും D ബ്ലോക്കും നമ്മൾ മെറ്റൽസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം പോസിറ്റീവ് അയോൺസ് ആണ്. അപ്പോൾ പോസിറ്റീവ് അയോൺസിന്റെ പ്രസൻസ് ക്രിസ്റ്റലിൽ കൂടുകയാണെങ്കിൽ there we can say it is a metal excess defect. Metal excess defect are also of 2 types. The first one is anionic vacancy. The second one is the presence of an extra cation in the interstitial site. ഒരു സിസ്റ്റത്തിൽ, ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ നമുക്ക് പോസിറ്റീവ് അയോൺസ് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യാം? നെഗറ്റീവ് അയോൺസിനെ എടുത്ത് മാറ്റിയാൽ മതി ഒന്ന്. അല്ലെങ്കിൽ ഇൻഡസ്ട്രിഷ്യൽ സൈറ്റിനും കൂടി നമുക്ക് എന്ത് ചെയ്യാം? പോസിറ്റീവ് അയോൺസിനെ നിറയ്ക്കാം. നമുക്ക് നോക്കാം ആനിയോണിക് വാക്കൻസി. വാട്ട് ഈസ് ആനിയോണിക് വാക്കൻസി? വീണ്ടും നമ്മൾ ക്രിസ്റ്റൽ സിസ്റ്റം കൺസിഡർ ചെയ്യുന്നു. ക്രിസ്റ്റൽ സിസ്റ്റം കൺസിഡർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും an anion, the bigger atom, get removed from its lattice point. So there creates a vacant space over there. നമുക്ക് ഇവിടെ കാണാം ഒരു വാക്കന്റ് സ്പേസ്. ഒരു വലിയൊരു നെഗറ്റീവ് ആറ്റം നമ്മൾ കളഞ്ഞപ്പോൾ അവിടെ ഒരു വാക്കന്റ് സ്പേസ് വന്നു. സ്വാഭാവികമായിട്ടും പോസിറ്റീവ് അയോൺസിന്റെ എണ്ണം ഇവിടെ കൂടും. ഒരു ക്ലാസ്സിൽ ഈക്വൽ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഉണ്ടെന്ന് വെക്കുക. ബോയ്സിൽ ഒരാളെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി, സ്വാഭാവികമായിട്ടും ഗേൾസിന്റെ നമ്പർ അവിടെ കൂടും. The same effect happens in anionic vacancy. ആനിയോൺസിന്റെ ഒരു കാറ്റയോണിനെ എടുത്ത് മാറ്റിയാൽ അവിടെ കാറ്റയോൺസിന്റെ ചാർജ് പ്രസൻസ് കൂടും. ദാറ്റ് ഈസ് ആനിയോണിക് വാക്കൻസി. ആനിയോൺ നഷ്ടപ്പെട്ട് അവിടെ ഉണ്ടാകുന്ന ലാറ്റിസ് പോയിന്റിൽ കാറ്റയോൺസ് അവരുടെ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും. ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്ത് ആ ഒരു വാക്കൻസി അവിടെ ഫില്ല് ചെയ്യും. ഓക്കെ, അങ്ങനെ അവിടെ ഒരു ഇലക്ട്രോൺ റിച്ച് സെന്റർ അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നെഗറ്റീവ് അയോൺസ് ആർ മിസ്സിംഗ് ഫ്രം ദി ലാറ്റിസ് സൈറ്റ് ആൻഡ് പോസിറ്റീവ് അയോൺസ് ഗീവ് ദർ ഇലക്ട്രോൺ ടു ദി ആനിയോണിക്
സൈറ്റ്. അപ്പോൾ എവിടെ നിന്നാണോ ആനിയോൺ നഷ്ടപ്പെട്ടത് ആ സൈറ്റിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാറ്റയോൺസ് എന്ത് ചെയ്യും, അവരുടെ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്ത് ഇരിക്കും. സോ സച്ച് കൈൻഡ് ഓഫ് സിസ്റ്റം ഇസ് നോൺ ആസ് ആനിയോണിക് വാക്കൻസി. ഇനി ഇങ്ങനെ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്ത് കിട്ടുന്ന ക്രിസ്റ്റൽ സിസ്റ്റം, ഈ ഒരു പോയിന്റിനെ നമ്മൾ എഫ് സെന്റർ എന്നാണ് പറയുന്നത്. അത് ഇങ്ങനത്തെ ഡിഫക്റ്റിനെ വാക്കൻസീസ്, ആനിയോണിക് വാക്കൻസീസ് കൊണ്ടുണ്ടാകുന്ന ഡിഫക്റ്റിന് നമുക്ക് എഫ് സെന്റർ എന്ന് പറയാം. ബിക്കോസ് they impart the color to the solid system. Solid സിസ്റ്റത്തിന് കളർ നൽകാനുള്ള ഒരു capability ഈ പറഞ്ഞ ആനിയോണിക് വാക്കൻസീസിന് ഉണ്ട്. And such type of vacancies are called F centers. They impart color to the crystal system. നമുക്ക് സോഡിയം ക്ലോറൈഡിന് യെല്ലോയിഷ് കളർ നൽകുന്നു. അപ്പോൾ ഇതിന്റെ എക്സാമ്പിൾ നമുക്ക് പറയാം. ആനിയോണിക് വാക്കൻസിന്റെ എക്സാമ്പിൾ ആണ് സോഡിയം ക്ലോറൈഡും പൊട്ടാസ്യം ക്ലോറൈഡും. Now let us see the next one, that is excess cation in interstitial site. Interstitial siteൽ എക്സ്ട്രാ കാറ്റോൺ വരുമ്പോൾ അവിടെ എങ്ങനെ ഈ ഡിഫക്റ്റ് നമുക്ക് കാണാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. Again we are considering the whole lattice system. നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി ഒരു കാറ്റയോണ് എക്സ്ട്രാ നമ്മൾ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക്, അതായത് ആറ്റത്തിന്റെ ഇടയിലുള്ള ഗ്യാപ്പുകളിലേക്ക് നമ്മൾ ഒരു എക്സ്ട്രാ അയോണിനെ നൽകുകയാണ്, പോസിറ്റീവ് അയോൺസിന് നൽകുകയാണ്. ബാക്കിയുള്ള അയോൺസ് ഒന്നും തന്നെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു എക്സ്ട്രാ അയോൺ അവിടെ വന്നു, സ്വാഭാവികമായിട്ടും ഡെൻസിറ്റി വിൽ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എക്സ്ട്രാ ഒരു പോസിറ്റീവ് അയോൺ വന്നപ്പോൾ അതിൻ്റെ ഇലക്ട്രോണും വന്ന് എവിടെ ഇരിക്കും, ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ ഓക്യുപ്പൈ ചെയ്യും. പോസിറ്റീവ് അയോൺ വരുമ്പോൾ അതിന് റിലീസ് ചെയ്യുന്ന ഇപ്പോൾ സോഡിയം ആറ്റം ആണെന്ന് വരും. ഫോർ എൻ എക്സാമ്പിൾ, we are introducing sodium atom to the NaCl crystal. അപ്പോൾ സോഡിയം ആറ്റത്തിലെ സോഡിയം പ്ലസ് അയോൺ ആയിട്ട് അത് ഇന്റർസ്റ്റീഷ്യൽ പൊസിഷനിൽ വരികയും ആ റിലീസ് ചെയ്യുന്ന ഇലക്ട്രോണും മറ്റൊരു ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ വന്ന് ഓക്യുപ്പൈ ചെയ്യും. സച്ച് ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് ഇസ് നോൺ ആസ് എക്സസ് കാറ്റോണിക് ഡിഫക്റ്റ് ഇൻ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. Extra positive ions occupies on the interstitial site as well as electrons occupy in another interstitial site. Maintain neutrality. എന്തുകൊണ്ടാണ് ഈ ഒരു ഇലക്ട്രോൺസും ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ ഓക്യുപ്പൈ ചെയ്യുന്നത് ചോദിച്ചാൽ, ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് ഈ ഒരു ഫിനോമിന ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സിങ്ക് ഓക്സൈഡ്. സിങ്ക് ഓക്സൈഡ് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ Zn2+ എന്ന് പറഞ്ഞ ഒരു പോസിറ്റീവ് അയോൺ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 ഇലക്ട്രോൺസും അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇതിപ്പോൾ ഒരു Zn ഓക്സൈഡ് എന്ന് പറയുന്ന ക്രിസ്റ്റൽ സിസ്റ്റം ആണെങ്കിൽ ഈ സിങ്ക് ഓക്സൈഡ് ഹീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായ Zn2+ എന്ന് പറഞ്ഞ അയോൺ ആണ് ഈ യെല്ലോ എന്ന് പറഞ്ഞ് കാണപ്പെടുന്നത്. ഈ 2 ഇലക്ട്രോൺസ് ആണ് ഇവിടെ വന്ന് ഓക്യുപ്പൈ, ഈ ഇന്റർസ്റ്റീഷ്യൽ പൊസിഷനിൽ ഓക്യുപ്പൈ ചെയ്യുന്നത്. സോ ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്, ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, അടുത്തത് മെറ്റൽ ഡെഫിഷ്യന്റ് ഡിഫക്ട്സിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ മെറ്റൽ എക്സസിനെ കുറിച്ച് പറഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് മെറ്റൽ ഡെഫിഷ്യന്റ് ആയി കഴിഞ്ഞാൽ അവിടെ എങ്ങനെ ഡിഫക്ട്സ് ഉണ്ടാകും. ഒന്ന് മെറ്റൽ ഡെഫിഷ്യന്റ് ഡിഫക്റ്റിനകത്ത് the less number of positive ions than negative ions. പോസിറ്റീവ് അയോൺസിന്റെ എണ്ണം നെഗറ്റീവ് അയോൺസിന്റെ എണ്ണത്തെക്കാളും കുറവായിരിക്കും. This arises due to two reasons. The first one is cationic vacancies and the second one is excess anions in interstitial sites. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. കാറ്റോൺ നമ്മൾ നേരത്തെ ആനിയോണിക് വാക്കൻസി പറഞ്ഞെങ്കിൽ ഇവിടെ അത് കാറ്റോണിക് വാക്കൻസീസും അതുപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള anions in the interstitial site. ഇത് കൂടി വരുമ്പോൾ മാത്രമായിരിക്കും മെറ്റൽ ഡെഫിഷ്യന്റ് ഡിഫക്റ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. So we have discussed today about the different types of defect. The first we discussed vacancy defect, then interstitial defect, Schottky defect, Frenkel defect. These 4 defects are stoichiometric defects. Again we just looked on the impurity defects and at last we just went to the non-stoichiometric defect. Non-stoichiometric defect another രണ്ട് defects ഉണ്ട്, metal excess defect ഉം metal deficient defect. Metal excess defect നകത്ത് വീണ്ടും anionic vacancies, അതേപോലെ തന്നെ എക്സ്ട്രാ കാറ്റയോൺ ഇൻ ദി ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. അതിന്റെ നേരെ റിവേഴ്സ് ആണ് മെറ്റൽ ഡെഫിഷ്യന്റ് ഡിഫക്റ്റിനകത്ത് വരുന്നത്. കാറ്റയോണിക് വാക്കൻസിയും എക്സസ് ആനിയോൺസ് ഇൻ ദി ഇന്റർസ്റ്റീഷ്യൽ
site. So thank you very much. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ള പോർഷൻസ് യു ക്യാൻ കമൻറ്റ്. And stay safe, stay at home. Thank you.